ഹലോ, വെൽക്കം ബാക്ക് ടു ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചത്തപ്പച്ച സിനിമ കാണാൻ വന്നിരിക്കുകയാണ് പത്മ തിയേറ്ററിൽ. ചത്തപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. അപ്പോൾ സിനിമ കണ്ടുകഴിഞ്ഞ് വീട്ടിലെത്തിയുള്ളൂ. ഈ സിനിമയുടെ ഡയറക്ടറായിരുന്ന, അതായത് ഡെബ്യൂ ഡയറക്ടറാണ് അദ്വൈത് നായർ എന്നാണ് കക്ഷിയുടെ പേര്. പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷൻ തന്നെ വളരെ നല്ലൊരു സിനിമ തന്നെ ഒരുക്കിയെന്ന് ഞാൻ എടുത്ത് പറയാം. വളരെ തിയേറ്ററിൽ നല്ല വൈബോടെ, നല്ല കളർഫുൾ വൈബോടെ തിയേറ്ററിൽ നിന്ന് സെറ്റായി പോയി കാണാൻ പറ്റുന്ന ഒരു എൻ്റർടൈനർ പടമെന്ന് ഞാൻ പറയാം ചത്തപ്പച്ച എന്ന സിനിമ. എനിക്കിത് ഈ WWE മോഡൽ, അതായത് നമ്മളൊക്കെ പണ്ടൊക്കെ ടി വിയിൽ കാണാറുള്ള വലിയ വലിയ ഹീറോസ്, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ WWEയിലുള്ള പഴയ പണ്ടത്തെ ഗെയിമും അതുപോലെ സ്പോർട്സ് എന്താണെന്ന്. അപ്പോൾ ആ മോഡൽ ബേസ് ചെയ്ത് തന്നെ ഒരു സിനിമ വരുന്നത്. അപ്പോൾ അതുപോലെ ഈ സിനിമയിലുള്ള ഒട്ടേറെ നല്ല സ്റ്റൈലിഷ് ഫൈറ്റ് രംഗങ്ങളും അതുപോലെ കുറച്ച് എൻ്റർടൈനിങ്ങുമാണ്. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല എൻ്റർടൈനിങ് കൂടിയാണ്. ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു നെഗറ്റീവ് തോന്നിയ കാര്യങ്ങളുണ്ട്. അതായത് നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മൾ ഒട്ടും വലിയ പ്രതീക്ഷ കൊടുക്കാത്ത കാര്യം ഒന്നാണ് സ്ക്രിപ്റ്റ്. അത് ഞാൻ വിചാരിച്ച പോലെ ഈ സിനിമയിൽ കാര്യം വലിയ സ്ക്രിപ്റ്റ് സ്റ്റോറി ഒന്നുമില്ല. പക്ഷെ നല്ലൊരു വൈബോടെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് എന്തായാലും പോയി നിങ്ങൾക്ക് ഈ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നൊരു പടമാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകം ടൈപ്പ് പടമാണ് ചത്തപ്പച്ച എന്ന സിനിമ. പിന്നെ ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് വേറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഇതിൻ്റെ മേക്കിംഗ്, അതുപോലെ ടെക്നിക് സൈഡ്, അതുപോലെ മ്യൂസിക്കും BGM ഒക്കെ അടിപൊളിയാണ്. അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന അർജുൻ അശോകനും റോഷൻ മാത്യുവും പിന്നെ വിശാഖ് നായർ എന്ന് പറഞ്ഞാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വില്ലനായിട്ട് അഭിനയിച്ച കക്ഷി, പുള്ളി നൈസായിരുന്നു. എല്ലാവരും, പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും റോളൊക്കെ തകർത്തു എന്ന് പറയാം. പിന്നെ ഇതിൽ ക്യാമിയോട്ട് തന്നെ നമ്മുടെ മമ്മൂക്ക, പുള്ളിയുടെ എൻട്രി ശരിക്കും തിയേറ്ററിൽ കുലുക്കി എന്ന് പറയാം. അതിലൊരു അങ്ങനത്തെ ഒരു പുള്ളിയുടെ എൻട്രി നൈസായിട്ട് വളരെ ഗംഭീരമായിട്ട് കഴിയുകയും ചെയ്തു. പക്ഷേ പുള്ളിയുടെ ക്യാമിയോയുടെ റോൾ വെച്ച് നോക്കുമ്പോൾ എൻട്രിയൊക്കെ കിട്ടുമായിട്ട് തോന്നിയെങ്കിലും പുള്ളിയുടെ ക്യാരക്ടർ അങ്ങ് വിചാരിച്ചൊരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. ഇപ്പം ചിലയിടത്ത് ഡയലോഗ് പ്രസൻസൊക്കെ എന്തോ ഒരു പഴയ ബിഗ് ബി എന്ന സിനിമയില്ലേ, അതിൽ ചില ഡയലോഗ് ഡെലിവറി പറയുന്ന രീതിയിലായിട്ട് എനിക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തോന്നിയത്. എനിക്കെന്തോ അത്ര ആപ്റ്റായിട്ട് തോന്നിയില്ല പുള്ളിയുടെ ക്യാമിയോ റോള്. പക്ഷെ എൻട്രി ഇടുമായിരുന്നു. പിന്നെ ഈ സിനിമയിൽ വേറെ പറയാനായിട്ടെന്ന് വെച്ചാൽ, എനിക്ക് ആക്ച്വലി സത്യമായിട്ട് എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ഒരു കാരണവശാലും വലിയ പ്രതീക്ഷ കൊടുക്കാണ്ട് ഇത് ടിക്കറ്റ് എടുത്ത് പോയി കാണണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാമോ. ഇനിയിപ്പോൾ നല്ലൊരു കളർഫുൾ വൈബ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ടിക്കറ്റ് എടുത്ത് പോയി കാണാം. എന്ന് വെച്ചാൽ വലിയ അമിത പ്രതീക്ഷ കൊടുക്കാതെ പോയി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് തിയേറ്ററിൽ വരെ വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. സിനിമയുടെ തുടക്കത്തിൽ സ്ലോ ആയിട്ടാണെങ്കിലും പിന്നെ കുറച്ച് ഫാക്ടറി രീതിയിലൊക്കെ തുടങ്ങി അവസാനം ഇൻ്റർവെൽ വരെ എത്തുമ്പോൾ, ഇൻ്റർവെല്ലിന് മുമ്പത്തെ ഫൈറ്റൊക്കെ വേറെ ലെവലായിട്ട് എത്തിച്ച്, അതുപോലെ ഭയങ്കര എൻ്റർടൈനിങ്ങുമാണ്. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് പറയാനാണെങ്കിൽ, സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഓക്കേഷ് മോഡായിട്ട് പോയി. പക്ഷേ അവസാനം ക്ലൈമാക്സൊക്കെ എത്തിയപ്പോൾ പടം ഇച്ചിരി ഒരു പീക്ക് ലെവലിൽ കയറി എന്ന് പറയാം. എന്തായാലും ഓവറോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു കളർഫുൾ വൈബ് സെറ്റ് പടമാണ് ചത്തപ്പച്ച എന്ന സിനിമ. WWE മോഡൽ ബേസ് ചെയ്താണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ലെവലിൽ പ്രതീക്ഷിച്ച് പോയി കാണരുത് എന്നാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ നല്ലൊരു വൈബ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ഇത്. അത്രയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ചത്തപ്പച്ച എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/4. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം. അപ്പോൾ നാളെ ഞാൻ ബേബി ഗേൾ നിവിൻ പോളിയുടെ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫാമിലിയായിട്ടാണ്.
അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സ്റ്റിൽ വെയിറ്റ് ആൻഡ് ഗുഡ് ബൈ.